നോക്കി തേക്കണേ. ചൂട് കൂടി എന്നാൽ അത് കത്തിപ്പോവും. അത് ഒലിപ്പോയൊന്നും ഒന്നിനും കൊള്ളിയല്ല. പിന്നെ ഈ ബ്ലൗസും കൂടി തേച്ച് അതിങ്ങനെ കമത്തിയിട്ട് തേക്കണം. ടീമേ, നിങ്ങളുടെ വീട്ടിലേ നിങ്ങളുടെ അമ്മമാർക്ക് അല്ലെങ്കിൽ ഭാര്യമാർക്കൊക്കെ ഇതുപോലെ തേച്ച് കൊടുക്കണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചുളുക്കുണ്ടല്ലോ അമ്മച്ചി, കുഴപ്പമുണ്ടോ? അത് കുഴപ്പമൊന്നുമില്ല. കൊടുത്തോ സമയം പോയി. കാര്യം പിടിച്ചു തന്നെ വേണ്ട. അപ്പോൾ അമ്മച്ചിക്കുട്ടിക്ക് ചെറിയ മേക്കപ്പൊക്കെ ഇടുന്നുണ്ട്. മേക്കപ്പൊക്കെ ഇടുന്ന ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമുക്ക് സാരിയുടെ പ്ലേറ്റ് പിടിക്കലാണ്. പ്ലേറ്റ് എന്നാണ് പറയുന്നത്. ഞങ്ങളൊരു ഉദ്ഘാടനത്തിന് വേണ്ടി പോണേണ്ട. അപ്പോൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഞങ്ങൾ പോണേണ്. അപ്പോൾ ആലുവലി നീർക്കോട് എന്ന സ്ഥലത്താണ് ഉദ്ഘാടനത്തിന് പോണത്. നിങ്ങൾ പോസ്റ്ററൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇന്ന് നല്ലൊരു ദിവസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഉദ്ഘാടനത്തിന് കറക്റ്റ് സമയത്ത് എത്തിയിട്ടാ. 6 മണിക്കാണ് ഉദ്ഘാടനം പറഞ്ഞത്. കറക്റ്റ് 6 മണിക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പേര് വൈകുന്നേരം വന്ന് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ട്രാവൽസിൻ്റെ ഉദ്ഘാടനമാണ്. എൻ്റെ കൂടെ വണ്ടി ഓടിക്കുന്ന ജിബിൻ്റെ ചേട്ടന്മാർ തുടങ്ങുന്ന സ്ഥാപനമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സന്തോഷമുണ്ട്. എനിക്ക് ഒത്തിരി പേര് അമ്മച്ചിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അമ്മച്ചിനെ വെൽക്കം ചെയ്യുന്നത് ജിബിൻ്റെ കൊച്ചും ജിബിൻ്റെ കസിൻ്റെ കൊച്ചുമാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നാടമുറിക്കലാണ്. അമ്മച്ചി ഞാനും കൂടി ഇപ്പോൾ 4ാമത്തെ ഉദ്ഘാടനമാണ് ചെയ്യുന്നത്. പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. എവിടെ പോയാലും അമ്മച്ചിരായിട്ടുള്ള പ്രാർത്ഥന ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നാടൻ മുറിക്കാൻ വേണ്ടി പോണേണ്. നാടൻ മുറിക്കണതിന് മുമ്പ് ഓണേഴ്സും അവരുടെ കസിൻസിനെ എല്ലാവരും കൂടെ പിടിപ്പിച്ചിട്ടാണ് മുറിക്കുന്നത്. ഐശ്വര്യമായിട്ട് മുറിച്ചിട്ടുണ്ട്. അമ്മച്ചിയുടെ വലത് കാല് വെച്ച് കയറി. പ്രൗഡ് മൂവ്മെൻ്റ് ആണ് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രൗഡാണ് അമ്മച്ചിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത്. അങ്ങയുടെ ഐശ്വര്യം, സമാധാനം ഈ കടയുടെ മുന്നിൽ എപ്പോഴും അവർക്ക് അങ്ങയുടെ അനുഗ്രഹം, പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യപ്രകാശം ഇവരുടെ മേലും ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളുടെ മേലും ഈ കടയുടെ ഉടമസ്ഥനും അങ്ങയുടെ അനുഗ്രഹം എപ്പോഴും നിത്യവും അവരെ സഹായിക്കുകയും ചെയ്യണമെന്ന്. ആമേൻ. അടുത്തത് ഭദ്രദീപം തെളിയിക്കലാണ്. അപ്പം ഞാനും അമ്മച്ചിയും കൂടി ഭദ്രദീപം തെളിയിക്കൽ തുടക്കമിട്ട്. പിന്നെ ഇപ്പം ഭദ്രദീപം തെളിയിക്കാൻ പോണത് നമ്മൾ ജിബിൻ്റെ അച്ഛനും അമ്മയുമാണ്. അതോടൊപ്പം തന്നെ ജിബിൻ്റെ എല്ലാ കസിൻസും വന്നിട്ടുണ്ട് ഈ ഒരു ഉദ്ഘാടന പരിപാടിക്ക്. അതോടൊപ്പം തന്നെ ജിബിൻ്റെ നാട്ടുകാരും എല്ലാവരും ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നേക്കണേണ്. ഒരു നാടിൻ്റെ കൂട്ടായ്മയാണ് ഈ കാണുന്നത്. അപ്പോൾ ആ ചടങ്ങും അടിപൊളിയായിട്ട് നടന്നു. വളരെ സന്തോഷം നിങ്ങളുടെ നാട്ടിലേക്ക് വരാൻ പറ്റിയതിൽ. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞെങ്കിൽ അമ്മച്ചിനെ കൊണ്ടുവരാൻ പറ്റി. അമ്മച്ചിനെ ഒരുപാട് സ്ഥലത്തേക്ക് ഉദ്ഘാടനത്തിനും പരിപാടിക്കൊക്കെ വിളിക്കണേ. അമ്മച്ചി പോകാറില്ല. ഈ ഒരു സ്ഥാപനം ഞങ്ങളുടെ ഫാമിലിയുടെ കൂടി സ്ഥാപനം. ജിബിൻ എൻ്റെ കൂടെ 3-4 വർഷമായിട്ടുള്ളതാണ്. ജിബിൻ്റെ ഫാമിലി തുടങ്ങുന്ന സ്ഥാപനം ആയതുകൊണ്ട് അമ്മച്ചിനായിട്ട് വരാൻ വെച്ച്. അമ്മച്ചിനെ ഒരു ഐശ്വര്യം കണക്കുണ്ടാവുമല്ലോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കോവിഡ് കാലത്താണ് ഞാൻ അമ്മച്ചിയും കൂടി ഇങ്ങനെ ഫുഡിന്റെ വീഡിയോ ഒക്കെ ചെയ്ത് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിയത്. അന്ന് തുടങ്ങി നിങ്ങളുടെ വീട്ടിലെ ഒരു അംഗങ്ങളെ പോലെയാണ് ഞങ്ങളെ കാണുന്നത്. ശരിക്കും അമ്മച്ചി ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ അയലന്തരത്തും ഞങ്ങളുടെ വീട്ടിലും മാത്രം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മച്ചിനെ ലോക മലയാളികൾ ഇപ്പം അറിയാൻ കാരണം നിങ്ങളും കൂടിയാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ്. എനിക്ക് അമ്മച്ചിനായിട്ട് 4ാമത്തെ ഉദ്ഘാടനത്തിന് ഞാൻ പോകുന്നത്. അപ്പം അമ്മച്ചിനായിട്ടൊക്കെ ഇങ്ങനെ പുറത്ത് ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ നമുക്കൊരു പ്രൗഡാണ് അല്ലേ. അപ്പൊ അമ്മച്ചിക്ക് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി മൈക്ക് കൊടുക്കുകയാണ്. അമ്മച്ചിന് നല്ല 2 വാക്കുകൾ കേൾക്കാം. എനിക്ക് വാക്കുകളൊന്നും കൂടുതൽ പറയാനുള്ള യോഗ്യതയില്ല. ഈ കടയെയും ഇവിടെ കൂട്ടിയ ജനങ്ങളും എന്നെ ഇവിടത്തേക്ക് കൊണ്ടുവന്നതിനും വളരെയേറെ സന്തോഷം. നിങ്ങളെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. എവിടെ പറഞ്ഞു അയലക്കറിയാ? അമ്മച്ചിക്ക് അയലക്കരയുടെ വിചാരമുള്ളൂ ഇപ്പോഴും. അയലക്കരയുടെ പാട്ട് ഞാൻ പാടും. കട്ടൻ ചായ ഇഷ്ടമല്ലേ അമ്മച്ചിക്ക്? കട്ടൻ ചായ പാടും.
കട്ടൻ ചായ അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട കട്ടൻ ചായ കട്ടൻ ചായ നമ്മുടെ കട്ടൻ ചായ അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട കട്ടൻ ചായ കട്ടൻ ചായ നമ്മുടെ കട്ടൻ ചായ കൊച്ചാമ്മക്ക് ഇഷ്ടപ്പെട്ട കട്ടൻ ചായ കട്ടൻ ചായ നമ്മുടെ കട്ടൻ ചായ കൊച്ചാമ്മക്ക് ഇഷ്ടപ്പെട്ട കട്ടൻ ചായ കാലത്തും വൈകിട്ടും കട്ടൻ ചായ കടുപ്പം കൂട്ടി കട്ടൻ ചായ കാലത്തും വൈകിട്ടും കട്ടൻ ചായ കടുപ്പം കൂട്ടി കട്ടൻ ചായ കട്ടൻ ചായ നമ്മുടെ കട്ടൻ ചായ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കട്ടൻ ചായ കട്ടൻ ചായ നമ്മുടെ കട്ടൻ ചായ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കട്ടൻ ചായ. അമ്മച്ചിയുടെ കൊസ്തുവര അയിലക്കറിയുടെ ഒരു പാട്ട് എല്ലാം ഉണ്ടാക്കി പാട്ടാണ് നമ്മുടെ പാട്ട് സ്വന്തം പാട്ടാണ്. അപ്പൊ അളിയൻ പൊന്നളിയൻ അയിലക്കറി തിന്നളിയൻ അമ്മച്ചിയുടെ അയിലക്കറിയാണ്. അളിയൻ പൊന്നളിയൻ അയിലക്കറി തിന്നളിയൻ അമ്മച്ചിയുടെ അയിലക്കറിയ അളിയൻ പൊന്നളിയൻ അയിലക്കറി തിന്നളിയൻ അമ്മച്ചിയുടെ അയിലക്കറിയ എന്തളിയാ പൊന്നളിയാ വാളിയാ മുന്നളിയാ എന്തളിയാ പൊന്നളിയാ വാളിയാ മുന്നളിയാ അളിയൻ പൊന്നളിയൻ അയിലക്കറി തിന്നളിയൻ അമ്മച്ചിയുടെ അയിലക്കറിയ അളിയൻ പൊന്നളിയൻ അയിലക്കറി തിന്നളിയൻ അമ്മച്ചിയുടെ അയിലക്കറിയ. വലിയൊരു ഈവന്റ് നടക്കണ പോലെ ഉണ്ട് ഈ പരിപാടി നടന്നത്. സൗണ്ട് സിസ്റ്റം ഒക്കെ ഭയങ്കര ചെറുതായിരുന്നു. എന്നാലും 3-4 പാട്ട് പാടി കേൾക്കാൻ വേണ്ടി ഒത്തിരി പേരുണ്ടാട്ടോ. നീർക്കോടുകാർക്ക് നന്ദി പറയാണ്. അതോടൊപ്പം തന്നെ ഫോട്ടോസിലൊക്കെ എടുക്കാൻ വേണ്ടി ഒത്തിരി പേര് വന്നിട്ടാ. അമ്മച്ചിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനായിരുന്നു എല്ലാവർക്കും താല്പര്യം. എല്ലാവരുടെ കൂടെ നിന്നും ഫോട്ടോ ഒക്കെ എടുത്ത് അവരെല്ലാവരും ഹാപ്പിയാണ് കേട്ടോ. ഇത്രയും രാത്രിയായിട്ട് പോലും ആൾക്കാർ ഇത്ര സമയം നമ്മളുടെ പ്രോഗ്രാമൊക്കെ കണ്ട് നിന്നതിൽ വളരെ സന്തോഷം. അതോടൊപ്പം തന്നെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് അമ്മച്ചിക്ക് പഴംപൊരിയൊക്കെ അവിടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അമ്മച്ചിയുടെ ഒരു മരുന്നും കൂടിയാണ് പഴംപൊരി. പഴംപൊരിയൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് നാട്ടുകാരോടൊക്കെ സംസാരിച്ച് ഫുള്ള് കളർഫുള്ളായിരുന്നു കേട്ടോ. കിടലുണ്ടേ ഞാൻ ഇടവനക്കാട്. ആരക്കണം വേണ്ടി വന്നേ? എന്റെ വീട് കൊങ്ങാപ്പള്ളിയിലാണ്. ഞാൻ അപ്പുറത്ത് കല്യാണം ഉണ്ട്, അത് മാറ്റി വെച്ചിട്ട് വിനീഷിനെ കാണാൻ വേണ്ടി ഓടി വന്നാണ്. ഞങ്ങളെ കല്യാണം വരും, കല്യാണം വിളിച്ചില്ലെങ്കിലും ഞാൻ വരും കേട്ടാ. അല്ല, ഫേസ്ബുക്കിൽ കൊടുക്കണം, ഡേറ്റ് കൊടുക്കണം. വിളിച്ചാ വരും. ദൂരം കിലോമീറ്റർ ഒന്നും എനിക്കറിയില്ല. വൈപ്പിനടവനക്കാട്. ഞാൻ പരിചയപ്പെട്ടു. അതെ, കാണാറുണ്ട്. അമ്മച്ചിയുടെ കറികൾ കാണാറുണ്ട്. കൊതിപ്പിക്കരുന്നില്ല, കൊതിപ്പിക്കരുത് അമ്മേന്. പക്ഷെ അതേപോലെ വറുത്ത മീനൊക്കെ വെച്ച് കൊതിപ്പിക്കല്ലേ. ആ, വറുത്ത മീനാണ്. പിന്നെ അമ്മച്ചിനെ ഞാൻ കൂടി ഈവെന്റിന് വിളിക്കാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാൻ നമ്പർ ഇട്ടിട്ടുണ്ട്. എറണാകുളം ജില്ലയിലേക്ക് മാത്രമേ അമ്മച്ചി വരുള്ളൂ.